ഇവളെ ഒരുത്തൻ കെട്ടിയത് ചിലതൊക്കെ മോഹിച്ചിട്ട് തന്നെയാ. അത് പയ്യെ പയ്യെ ഇവിടെ ഓരോരുത്തരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ആൾക്കാർ തിരിച്ചറിഞ്ഞ ശേഷമേ ഞാനും ഇയാളും ഒരാളെ സഹായിക്കാറുള്ളൂ, അല്ലാതെ ആർക്കും വാരിക്കോരി കൊടുക്കാറില്ല. ആ ശരി ശരി, എന്തായാലും കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ, ഇനി പോവാം. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അല്ല, അമ്മ പോണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ മഞ്ജുനെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് വീട്ടിലെത്തണം. എന്തോ ചെറിയൊരു തളർച്ച പോലെ. ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ പോവാം മോളെ. അവിടെ എത്തിയിട്ട് പോണമെങ്കിൽ ഞാൻ സാഗരേട്ടനായിട്ട് പൊക്കോളാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബൈക്കിൽ പോണ്ടേ മഞ്ജു? സാഗരേട്ടൻ കാർ ഓടിക്കല്ലേ എടുത്തി. എനിക്കൊരാവശ്യം ഉണ്ടെന്ന് അറിഞ്ഞാ തോമസ് സാർ അത് തന്നുവിടും. ഇവർക്കൊരു കാറൊക്കെ എടുത്തു കൊടുക്കേണ്ട സമയമായി അല്ലേ മഹി? അതെ അതെ. ഇപ്പൊ ഈ തന്നത് തന്നെ അധികമാ. ഇനി അതൊന്നും വേണ്ട കണ്ണേട്ടാ. എന്നാ വാ മോളെ, നമുക്ക് പോവാം. വാ. ഞാൻ പോയിട്ട് വരാട്ടാ. പോട്ടെ എടുത്തി. ശരി. മേഘേടെക്കാളും കുഴപ്പക്കാരനായ ഒരുത്തന്റെ ഭാര്യയാണ് അവളിപ്പോ. എന്നിട്ടും എന്തിനാ അവൾക്ക് ഇങ്ങനെ ഓരോന്ന് വാരിക്കോരി കൊടുക്കുന്നേ? പിന്നെ തരേണ്ടത് നിനക്ക് നിന്റെ ഭാര്യയ്ക്കാണോ? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. സ്വർണവും സ്വത്തും ഒക്കെ ഒരുപാടുണ്ടെന്നറിയാം. അത് അർഹതപ്പെട്ടവർക്ക് കൈമാറിയ നാളെ ദുഃഖിക്കേണ്ടി വരില്ല. അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. ഈ കുടുംബത്തെ ഈ കുടുംബത്തിലുള്ളവരെയും പറ്റി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു മരുമോളെയാണല്ലോ ഈ വീടിന് കിട്ടിയത്. കളിയാക്കണ്ട. നാളെ പെങ്ങള് കരഞ്ഞോണ്ട് വീട്ടിലോട്ട് വരുമ്പോ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നൊക്കെ അവളുടെ ഭാവിക്ക് ഗുണം ചെയ്യും. അത്രേ ഞങ്ങള് പറയുന്നുള്ളൂ. തൽക്കാലം അവളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ആരും ചിന്തിക്കണ്ട. അവൾ ആവശ്യപ്പെട്ടിട്ടല്ല ഇതൊന്നും അവൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. സാഗറൊന്നും വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. അത്യാഗ്രഹം ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതിനിയും തുടരുകയും ചെയ്യും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. കണ്ടല്ലോ, ഡയമണ്ട് നെക്ലസും അല്ലാത്ത നെക്ലസും ഒക്കെ കൊടുത്തു വിട്ടിരിക്കുന്നത്. കണ്ടപ്പോ എന്റെ കണ്ണു തള്ളിപ്പോയി. ഒരു തരിപ്പോനെ എനിക്ക് വാങ്ങിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ? എനിക്കറിയായിരുന്നു നീ ഇപ്പൊ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കാതിരിക്കും. അത്രയ്ക്ക് പാപ്പരായില്ല എന്റെ ഭർത്താവ്. കല്യാണശേഷം ഞാൻ പപ്പടം പോലെ പൊടിഞ്ഞു പോയത്. നിനക്ക് എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. അത് എണ്ണി പറയാൻ എനിക്ക് താല്പര്യമില്ല. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാ വയറ്റിനകത്ത്, അതിനെയും കളഞ്ഞു. അതിനെ ആരാ കളഞ്ഞത്? നീയും നിന്റെ മുത്തശ്ശി കൂടിയല്ലേ? നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടാ എനിക്ക് ഈ വിധിയൊക്കെ വന്നത്. കല്യാണത്തിന് മുൻപ് വരെ ഞാൻ ലക്ഷ്മിക്ക് മുന്നിൽ ജയിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും ഇതുപോലെ തോറ്റിട്ടില്ല. ഇവിടെ തോൽക്കാൻ മാത്രമാണോ? തോറ്റ് തുന്നം പാടി. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ കരുണേ. ചിന്തിച്ചേ പറ്റൂ. എന്റെ ജീവിതം ഇപ്പോഴൊരു തോൽവിയാ, സമ്പൂർണ്ണ തോൽവി. അതിന്റെ 1000 മടങ്ങ് തോൽവിയാ എന്റെ ഭർത്താവ്.